IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാൻ കിഷൻ ആവട്ടെ ഈ ഒരു IPL-ൽ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഒരു സെഞ്ചുറി നേടി. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങളിലെല്ലാം താരം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ താരത്തിന്റെ ഈ ഒരു മോശം പ്രകടനത്തെ പറ്റി ഒരുപാട് വിമർശനങ്ങളുമായിട്ട് പല മുൻ ഇന്ത്യൻ താരങ്ങളും പല ആരാധകരും രംഗത്തെത്തുന്നുണ്ട്. ഇഷാൻ കിഷൻ ആവട്ടെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീടുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം തന്നെയായിരുന്നു ഹൈദരാബാദിന് വേണ്ടി വൺ ഡൗണിൽ ഇറങ്ങിയത്. എന്നാൽ വളരെ മോശം ഷോട്ട് സെലക്ഷന്റെ പേരിൽ അദ്ദേഹം ഔട്ടാകുന്ന രീതിയായിരുന്നു കാണാൻ സാധിച്ചത്. ഏതായാലും ഇഷാന്റെ ഈ ഒരു ഫോം ഔട്ടിനെ തുടർന്ന് ആരാധകരുടെ ഭാഗത്തു നിന്നും ഹൈദരാബാദ് ആരാധകരുടെ ഭാഗത്തു നിന്നും അത്ര മികച്ച റെസ്പോൺസ് അല്ല കിട്ടുന്നത്. പല ആരാധകരും പറയുന്നു ഫ്ലാറ്റ് ട്രാക്കിൽ മാത്രമാണ് ഇഷാൻ കിഷൻ കളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇഷാൻ കിഷന് നല്ല രീതിയിൽ ട്രോളുകളും പരിഹാസങ്ങളൊക്കെ ആരാധകരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. താരം എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടത് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായുള്ള രണ്ടാമത്തെ വിജയം സ്വന്തമാക്കി. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു വിജയം സ്വന്തമാക്കിയപ്പോൾ അവസാനം കളിച്ച മത്സരത്തിലാവട്ടെ കിങ്സ് 11 പഞ്ചാബിനെതിരെ വിജയം സ്വന്തമാക്കി. ഇനി രാജസ്ഥാൻ റോയൽസിന് അടുത്തതായി നേരിടാനുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അഹമ്മദാബാദിൽ വെച്ചാണ് മത്സരം. 9-ാം തീയതിയാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽസ് ടീം അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ടീം ആവട്ടെ ഇന്ന് വൈകിട്ട് അഹമ്മദാബാദിൽ പരിശീലനം നടത്തിയേക്കും. ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും രാജസ്ഥാൻ റോയൽസിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വിജയം സ്വന്തമാക്കി ടോപ്പ് 4ലേക്ക് രാജസ്ഥാൻ റോയൽസിന് എത്താൻ സാധിക്കും. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.